Good morning. ജാമിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ഫ്ലെക്സ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഗോസസ് ലോ, അതിൻ്റെ അപ്ലിക്കേഷൻസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ചാർജ് Q is enclosed in a sphere of radius R, what is the flux passing through the surface? അത് നമുക്ക് ഗോസസ് തിയറം ഉപയോഗിച്ച് നമുക്കറിയാം ഫ്ലെക്സിൻ്റെ എക്സ്പ്രഷൻ, ഫ്ലെക്സിന് ഫൈ എന്നുള്ള സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയിരിക്കും, ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ചെയ്യാനൊന്നും ഇതിലില്ല, വളരെ സിമ്പിളാണ്. അതൊരു ചാർജ്, ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ Q എന്നുള്ളൊരു ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഔട്ട്വേർഡ് ഫ്ലെക്സ് ഉണ്ടായിരിക്കും. ഔട്ട്വേർഡ് ഫ്ലെക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് പ്ലസ് Q, അതായത് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞിട്ടില്ല. Q എന്നുള്ള ചാർജ് ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പുറത്തേക്കായിരിക്കും ലൈൻസിൻ്റെ ഡയറക്ഷൻ. ഇനി ഒരു Q എന്നുള്ള ചാർജാണ് ആ സ്ഫിയറിൻ്റെ ഉള്ളിൽ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലെക്സ് ആ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു, രണ്ടാമത്തെ ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ത്രൂ ഔട്ട് നമ്മൾ സർഫസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് Q ബൈ എപ്സിലോൺ 0ക്ക് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലെക്സ് ടോട്ടൽ ഈ സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് Q ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഇനി ഇത് ഏതൊരു ജോമെട്രിക്കൽ ഷേപ്പിനാണെങ്കിലും ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അതായത് അത് എന്തെങ്കിലും ഒരു ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതെന്തെങ്കിലും ഒരു ചാർജ് അത് എൻക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു Q ആണ്, ക്യാപിറ്റൽ Q ആണ് ചാർജ് എങ്കിൽ ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആയിരിക്കും. നമ്മളൊരു എക്സാമ്പിൾ ഇതിന് പകരം, if a charge Q is enclosed in a cylinder of radius R, what is the flux passing through the surface? ഇവിടെ പ്രത്യേകിച്ച് സർഫസ് ആയിട്ടൊന്നും പറഞ്ഞിട്ട്, കാരണം സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന് 3 സർഫസ് ഉണ്ട്. ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ഉണ്ട്, 2 എൻഡിലായിട്ട് സർഫസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ സർഫസിലൂടെ ഉള്ള ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, ഫൈ മസ്റ്റ് ബി ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഫൈ മസ്റ്റ് ബി ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. ഇനി ഇത് ഒരു ക്യൂബ് ആണെന്നുണ്ടെങ്കിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഒരു ക്യൂബിന്റെ കേസിൽ
ചാർജ് ക്യൂ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്, ക്യൂബിൻ്റെ സൈഡ് എ ആണ്. അങ്ങനെയാണെങ്കിലും എന്ത് തന്നെയായിരിക്കും? ഫ്ലെക്സ് പാസിംഗ് ത്രൂ ദി സർഫസ്, ടോട്ടൽ സർഫസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ അതേ രൂപത്തിൽ പറയും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫ്ലെക്സ് ഫൈ മസ്റ്റ് ബി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഇനി ഇതിലുള്ള വാരിയേഷൻസ് നോക്കാം. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് എക്സാംസ് നമുക്ക് കാണാറുള്ളതാണ്. പറഞ്ഞിരിക്കുന്നത്, if a charge q is enclosed in a cube of side A, what is the flux passing through any one phase? ഒരു ഫേസിലൂടെ ഉള്ള ഫ്ലെക്സിന്റെ എമൗണ്ട് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫൈ ടോട്ടൽ എന്താണ്? ഇറ്റ് ഈസ് ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ടോട്ടൽ ഫ്ലെക്സ് ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഇനി ഒരു ക്യൂബിന് എത്ര ഫേസസ് ഉണ്ട്? ഒരു ക്യൂബിന് 6 ഫേസസ് ആണ്. ക്യൂബ് ആവുന്നത് കൊണ്ട് ഓരോ ഫേസിന്റെയും സർഫസ് ഏരിയ എന്തായിരിക്കും? ഇറ്റ് ഈസ് a² ആയിരിക്കും. സർഫസ് ഏരിയ a² ആയിരിക്കും. അപ്പൊ ഇതില് ടോട്ടൽ ഇതിന്റെ സർഫസ് ഏരിയ 6a² ആയിരിക്കും. ടോട്ടൽ സർഫസ് ഏരിയ സർഫസ് ഏരിയ 6a² ആയിരിക്കും. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അതായത് ടോട്ടൽ ഫ്ലെക്സ് പാസ് ചെയ്യുന്ന സർഫസ് ഏരിയ 6a² ആണ്. ഇനി ഒരു ഫേസിന്റെ ഏരിയ എത്രയാണ്? സർഫസ് ഏരിയ ഓഫ് വൺ ഫേസ്. ഒരു ഫേസിന്റെ സർഫസ് ഏരിയ a² ആയിരിക്കും. അപ്പോൾ 6a² എന്നുള്ള ഏരിയയിലുള്ള ഫ്ലെക്സിന്റെ എമൗണ്ട്, അതായത് ടോട്ടൽ ഏരിയയിൽ അല്ലെങ്കിൽ 6a² ഏരിയയിൽ ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ ഫേസിൽ പാസ് ചെയ്യുന്ന ഫ്ലെക്സ് എന്തായിരിക്കും? 5 ടോട്ടൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 6 ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0 ആയിരിക്കും. അപ്പോൾ ഒരു ക്യൂബിന്റെ അകത്ത് ഒരു ക്യൂ എന്നുള്ള ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിലൂടെ പുറത്തേക്ക് വരുന്ന ഫ്ലെക്സ് ക്യൂ ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0 ആയിരിക്കും. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു പ്രോബ്ലം നോക്കാം. If a charge q is placed at a corner of a cube of side A, what is the flux passing through one phase? അതായത് ഒരു ക്യൂബിന്റെ ഒരു കോർണറിൽ ഒരു ക്യൂ എന്നുള്ള ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്യൂബിന്റെ ഒരു ഫേസിലൂടെ എമേർജ് ചെയ്യുന്ന ഫ്ലെക്സിന്റെ എമൗണ്ട് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് രണ്ട് രൂപത്തിൽ ഇതിനെ അനാലിസിസ് പറയാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത്,
ഈ ഒരു ഇവിടെ നോക്കുക, ഇവിടെയാണ് ഈ പോയിന്റിലാണ് ഈ കോർണറിലാണ് എന്തിരിക്കുന്നത്, ചാർജ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഫേസുമായിട്ട് കണക്റ്റഡ് ആണ്, ഈ ഫേസുമായിട്ട് കണക്റ്റഡ് ആണ്, ഈ ഫേസുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുണ്ടാവുന്ന ഫ്ലെക്സ് ഇതേ സർഫസിലാവുകൊണ്ട് അത് നമുക്ക് ഇനി കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ബാക്കിയുള്ള 3 ഫേസ്, ടോട്ടൽ 6 ഫേസസ് ആണ്, ബാക്കിയുള്ള 3 ഫേസസിലൂടെ മാത്രമാണ് ഇതിൽ നിന്നുള്ള ഫ്ലെക്സ് പാസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഫേസിലൂടെ ഉണ്ടാവുന്നത് സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് അതിന്റെ ഉൾസൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോലെ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ ആദ്യം എൻസർക്കിൾ ചെയ്യണം. ഇതിനെ ആദ്യം എന്ത് ചെയ്യണം, ഈ ചാർജിനെ ഉള്ളിലാക്കുന്ന രൂപത്തിൽ നമ്മളൊരു ജോമെട്രി കൺസ്ട്രക്ട് ചെയ്യണം. നോക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലത്തെ കുറച്ച് സ്ക്വയറും കൂടെ, അതായത് ആ സ്ക്വയറിന്റെ മുകളിൽ ഒരു സ്ക്വയറും കൂടെ വെച്ചു, ഈ ഭാഗത്തൊരു സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ വെച്ചു. ഇപ്പൊ ഈ 4 സ്ക്വയറുകളുടെ 4ന്റെയും കൂടെ കോർണറിലുള്ള ആ പോയിന്റിലാണ് ഇരിക്കുന്നത്. ഇനി അതിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഈ രൂപത്തിൽ ഒരു 4 സ്ക്വയറും കൂടെ, 4 ക്യൂബ്, സ്ക്വയർ അല്ല ക്യൂബ്, ആദ്യമുള്ള ക്യൂബിന്റെ കോർണറിലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടേക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഉണ്ടായിരുന്ന ആ ക്യൂബിന്റെ ആ എഡ്ജിൽ, അതായത് അതിന്റെ കോർണറിലുള്ള ചാർജിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ ഒരു 8 ക്യൂബ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പോ ഈ സിസ്റ്റത്തിന്റെ, അതായത് ഈ ക്യൂബിക്കൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ഉള്ളിലായിട്ടാണ് എന്തിരിക്കുന്നത്, ചാർജ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനെ ഒരു വലിയൊരു ക്യൂബായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ചാർജ് അത് തന്നെയാണ്, ഇതിനൊരു വലിയ ക്യൂബായിട്ട് കണക്കാക്കാം. വലിയ ക്യൂബായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ സർഫസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് ബി ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ സമയത്ത് ഉണ്ടാവുന്ന ഫൈ ടോട്ടൽ എത്രയായിരിക്കും, ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഇനി ഇവിടെ ഉണ്ടാവുന്ന സർഫസ് ഏരിയ ബി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എ സൈഡുള്ള ഓരോ ഫേസിലും, അതായത് ഓരോ ഫേസിലും എ സ്ക്വയർ എന്ന സർഫസ് ഏരിയ ഉള്ള എത്ര ക്യൂബിന്റെ പോർഷൻ ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഫേസിലൂടെ ഉള്ള കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ 2 കാര്യം നമ്മൾ ചെയ്യണം. ആദ്യം നമ്മൾ ഈ വലിയൊരു ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ, ബി സൈഡുള്ള ഒരു ക്യൂബ് ആണെങ്കിൽ അതിലെ ഒരു ഫേസിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ, അതായത് ഫൈ ഓഫ് 1 ഫേസ്. ഏതിന്റെ, ബി എന്നുള്ള ഇതിന്റെ കേസിലാണെങ്കിൽ ക്യൂ ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0. ക്യൂ ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ക്യൂബിന്റെ ഒരു ഫേസിലൂടെ പോകുന്ന ഫ്ലെക്സ് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തത്. ആ ഫ്ലെക്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതില് ആ ബി എന്നുള്ള സൈഡില് എ സ്ക്വയർ സൈഡുള്ള എത്ര ഫേസുകൾ ഉണ്ട്, 4 ഫേസുകൾ ഉണ്ട്. അപ്പൊ എ സ്ക്വയർ എന്നുള്ള ഒരു ഫേസിൽ എത്രയാണെന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ അതുകൊണ്ട്
ഫൈ ഓഫ് ഫേസ്. ഏതിൻ്റെ? എ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബി എന്നുള്ള സൈഡിലാണെങ്കിൽ അതിൽ 4 ഇതേപോലത്തെ ഫേസുകൾ ഉണ്ട്. ഇതിനെ ഒരു 4 കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്യുക. then it is equal to, ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ it must be equal to 24 epsilon 0. then Q of phase must be equal to, ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? Q ഡിവൈഡഡ് ബൈ 24 epsilon 0. അടുത്തൊരു പ്രോബ്ലം നോക്കാം. If a charge Q is placed at the center of one of faces of a cube, ഒരു ഫേസിന്റെ സെന്ററിലാണ് വെച്ചിട്ടുള്ളത്, ഒരു ഫേസിന്റെ സെന്ററിൽ. അപ്പൊ ആ ഫേസിൽ ഔട്ട്വേർഡ് ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യണം? ബാക്കിയുള്ള 5 ഫേസുകളിൽ. പക്ഷേ ഈ ചാർജിനെ നമ്മൾ കവർ ചെയ്യണമെങ്കിൽ, അതായത് എൻക്ലോസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എൻക്ലോസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനെ എൻക്ലോസ് ചെയ്യണമെങ്കിൽ എത്ര ക്യൂബും കൂടെ വേണം? ഒരൊറ്റ ക്യൂബ് മതി. അതായത് ആ ചാർജ് ഇരിക്കുന്ന ഫേസിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ അടുത്തൊരു ക്യൂബിന്റെ ഫേസ് നമ്മൾ അതേ രൂപത്തിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് എൻക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ ചാർജ് എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്താൽ മതി? അതായത് അതിലുണ്ടാവുന്ന ഫ്ലെക്സ് ടോട്ടൽ എത്ര എണ്ണത്തിൽ കൂടെ പാസ് ചെയ്യുമായിരുന്നു? 5 എണ്ണത്തിലൂടെ പാസ് ചെയ്യായിരുന്നു. ഇപ്പൊ ഇവിടെ അങ്ങനത്തെ എത്ര 5 ഇതുള്ള എത്ര ക്യൂബുകൾ ഉണ്ട്? 2 ക്യൂബുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേസിന്റെ കേസിൽ എത്രയായിരിക്കും? Q ഡിവൈഡഡ് ബൈ 2 into 5 epsilon 0. ഓക്കെ. അപ്പൊ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതിന്റെ മുമ്പത്തെ കേസിൽ ഇങ്ങനെ എഴുതായിരുന്നു, ഫൈ ഓഫ് ഫേസ് ഈസ് ഈക്വൽ ടു, നമ്മൾ എഴുതിയത് തന്നെ ഇങ്ങനെയാണ്, Q ഡിവൈഡഡ് ബൈ, നമുക്ക് കിട്ടിയത്, നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 24 ആയിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഒരു ഫേസിൽ 6 ആയിരുന്നു, പിന്നെ നമ്മൾ ഒരു 4 കൊണ്ട് ഇത് ചെയ്തു. പക്ഷെ അതിന് മുമ്പ് ഞാനൊരു ഇത് പറഞ്ഞിരുന്നു, ഒരു കോർണറിലാണെന്നുണ്ടെങ്കിൽ 3 ഫേസിനെ പരിഗണിക്കാൻ പറ്റില്ല, ബാക്കി 3 ഫേസിലൂടെയാണ് ഫ്ലെക്സ് ഔട്ട്വേർഡ് ആയിട്ട് പാസ് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ ഒരു 3 എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു ക്യൂബിന്റെ, അതായത് കോർണറിലാവുന്നത് കൊണ്ട് ആ ക്യൂബിന്റെ 3 ഫേസസിലൂടെയാണ് ഫ്ലെക്സ് പാസ് ചെയ്യുക. അങ്ങനത്തെ എത്ര ക്യൂബ് നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്തു? 8 എണ്ണം. ഓക്കെ. അപ്പൊ 3 into 8 epsilon 0 അത് തന്നെയായിരുന്നു Q ഡിവൈഡഡ് ബൈ 24 epsilon 0. അപ്പൊ ഇതിനൊന്ന് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ക്യൂബിന്റെ എവിടെയാണോ ചാർജ് വെക്കുന്നത്, ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബാക്കി എത്ര സർഫസിലൂടെ അല്ലെങ്കിൽ എത്ര ഫേസിലൂടെ ഫ്ലെക്സ് ഔട്ട്വേർഡ് ആയിട്ട് പാസ് ചെയ്യും. അപ്പൊ ആ എണ്ണം ഇപ്പൊ ഇവിടുത്തെ 3 ആയിരുന്നു, ഇവിടെ ആണെങ്കിൽ അത് 5 ആയിരുന്നു. ഇനി രണ്ടാമത്തത് വേണ്ടത് ചാർജിനെ എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടോട്ടൽ എത്ര, അതായത് ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എത്ര ക്യൂബുകൾ ഉണ്ടായിരിക്കും. ചാർജിനെ എൻക്ലോസ് ചെയ്തപ്പോൾ ടോട്ടൽ ക്യൂബിന്റെ എണ്ണം 2 ആണ്. ഇവിടെ എത്രയായിരുന്നു? 8 ആണ്. അപ്പൊ അത് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിൽ എത്രയാണ്? Q ഡിവൈഡഡ് ബൈ 10 epsilon 0. ദെൻ അടുത്തൊന്ന് നോക്കാം. ഒരു എഡ്ജിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഒരു എഡ്ജിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക എവിടേക്കാ പോവുക? ഈ ഒരു ഫേസിൽ കണക്കാക്കാൻ പറ്റില്ല, അതിലൂടെ ഇത് കണക്ട് ചെയ്യുന്ന അതേ ഫേസ് ആണ്, ഇതും അത് കണക്ട് ചെയ്യുന്ന ഫേസ് ആണ്. അപ്പൊ ബാക്കി എത്ര അവിടെ ക്വാണ്ടിറ്റികൾ ഉണ്ടായിരിക്കും?
എത്ര ഉണ്ടായിരിക്കും? 4 ഫേസസ്. ഇനി ഈ ചാർജിനെ, അപ്പോൾ ഇവിടെ ഒരു 4 എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഇതിനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്യുന്ന സമയത്ത് അവിടെ കവർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കവർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എത്ര എണ്ണമായിരിക്കുന്നു? 4 എണ്ണം ആയിരിക്കുന്നു. അപ്പോൾ 5 ഓഫ് എ ഫേസ് എന്തായിരിക്കും? Q divided by 4 into 4 epsilon 0 or Q divided by 16 epsilon 0. Q divided by 16 epsilon 0. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ദെൻ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. shown in figure ആണ്. A charge Q is placed on a hemisphere as shown in figure. What is the flux passing through the hemispherical surface? ആ കർവ്ഡ് ആയിട്ടുള്ള സർഫസിലൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് എന്തായിരിക്കും? അപ്പൊ ഇവിടെ ക്യൂബിന്റെ അതേ കൺസെപ്റ്റ് വേണമെങ്കിൽ ഇവിടെ എടുക്കാം. പക്ഷെ ഇവിടെ രണ്ടും സെയിം അല്ലാത്തതുകൊണ്ട് ആ രൂപത്തിൽ പറയുമ്പോൾ കൺഫ്യൂഷൻ വരാം. പക്ഷെ എന്നാലും ഇവിടെ ഇപ്പൊ ചാർജ് ഇരിക്കുന്ന ഈ സർഫസ് എടുക്കാൻ പറ്റില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നതിന് ഹെമിസ്ഫിയറിന്റെ ഈ സർഫസ് ആണ്. ഇനി ഈ ചാർജിനെ ഉള്ളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇൻസൈഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലത്തെ ഒരു ഹെമിസ്ഫിയറിനെ നമ്മൾ ഇവിടേക്ക്, അല്ലെ, ഇവിടേക്ക് ഒരു ഹെമിസ്ഫിയറിനെ ഈ രൂപത്തിൽ ഇങ്ങനെ വെക്കേണ്ടി വരും. ഒരു ഹെമിസ്ഫിയർ തിരിച്ച് ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ആലോചിക്കുക, എത്ര സർഫസിലാണ് അവിടെ ചാർജ് ഫ്ലെക്സ് പോകുന്നത്? ഒരു സർഫസിൽ ഫ്ലെക്സ് പോകുന്നു. ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. ദെൻ 5 എന്തായിരിക്കും? ആ സർഫസിലൂടെയുള്ള, അതായത് സർഫസിലൂടെയുള്ള 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു Q divided by 2 epsilon 0. ഇനി വരാറുള്ളത് ചാർജ് പറഞ്ഞിട്ടുണ്ടാവാത്ത ക്വസ്റ്റ്യൻസ്. അതിന് പകരം നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആവും പറയാം ഈ രൂപത്തിൽ. A closed hemisphere is placed in a uniform electric field. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഹെമിസ്ഫിയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം പോയിന്റ് എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ, ഒരു ക്ലോസ്ഡ് സർഫസ് ഒരു യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലെക്സ്, ആ ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലെക്സ് എപ്പോഴും 0 ആയിരിക്കും. കാരണം ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഫ്ലെക്സ് എന്ന് പറയുന്നത്, ഇവിടെ നോക്കുക, ഈ ഭാഗത്ത് എത്ര ലൈൻസ് എൻ്റർ ചെയ്യുന്നു നോക്കാം. അത്ര ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുന്നത് അത്ര എണ്ണം ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര നമ്പർ ആണോ ഇൻവേർഡ് ഉള്ളത് അത്ര നമ്പർ ഔട്ട്വേർഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവ തമ്മിൽ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സ്, ടോട്ടൽ ഫ്ലെക്സ് എന്തായിരിക്കും? നെറ്റ് ഫ്ലെക്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ കേസിൽ എന്താണ്? നെറ്റ് ഫ്ലെക്സ് ഓഫ് ദി ക്ലോസ്ഡ് സർഫസ്
must be equal to 0. അതായത് ഈ സർഫസും ഈ സർഫസും രണ്ട് സർഫസും കൂടിയിട്ടാണ് പറയുന്നത്. അത് ടോട്ടൽ ക്വാണ്ടിറ്റി must be equal to 0 ആയിരിക്കും. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ പ്രൂഫിന്റെ ആവശ്യം ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. R ഇതിന്റെ റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? πr² ആയിരിക്കും. ആ സർഫസിന്റെ ഏരിയ πr² ആയിരിക്കും. ഇനി അവിടുത്തെ ഫ്ലെക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ πr² ഇൻറ്റു E ആയിരിക്കും. കാരണം എന്താ? ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ E ഡോട്ട് ds. ടോട്ടൽ ഏരിയനെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? ഫ്ലെക്സ് കിട്ടും. അപ്പൊ ഫ്ലെക്സ് ഇൻവേർഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഇതിലുള്ളത് ഫ്ലെക്സ് എത്രയാണ്? -πr² ആണ്. ഇനി അടുത്ത എന്ത് ചെയ്യണം? അടുത്തത് ഈ ടോട്ടൽ കർവ്ഡ് സർഫസിൽ ചെയ്യണം. കർവ്ഡ് സർഫസിലെ ഇന്റഗ്രൽ E ഡോട്ട് ds ചെയ്യണം. ആ ഇന്റഗ്രൽ E ഡോട്ട് ds ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ കർവ്ഡ് സർഫസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് dsന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും? ആ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തിന്റെ ടേമിൽ എഴുതണം? പോളാർ കോർഡിനേറ്റിന്റെ ടേമിലുള്ള ഏരിയ എലമെന്റ്. അതെങ്ങനെയാണ്? കഴിഞ്ഞ ഏതോ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. r² sin θ d θ d∅ ആയിരിക്കും. ഓക്കെ. ഇനി അതിൽ ഒരു ഹെമിസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ d∅ വാരിയേഷൻ 0 to 2π ആണ്. ഓക്കെ. തീറ്റ ആക്ച്വലി വാരി ചെയ്യുന്നത് 0 to π വരെ വാരി ചെയ്യും. പക്ഷെ ഇവിടുത്തെ കേസിൽ ഏതുവരെ വാരി ചെയ്താൽ മതി? കാരണം ഹെമിസ്ഫിയർ ആയതുകൊണ്ട്. സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഏതുവരെയാണ്? 0 to π വരെ വാരി ചെയ്യണം. പക്ഷെ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് 0 to π/2 വാരി ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് E ഇൻറ്റു r² sin θ d∅ d∅, അതിൽ ഇന്റഗ്രേഷൻ രണ്ട് ഇന്റഗ്രലായിട്ട് മാറ്റി എഴുതാം. ആദ്യത്തെ ഇന്റഗ്രൽ എഴുതുന്നത് തീറ്റയുടെ ആണ് 0 to π/2. രണ്ടാമത്തത് 0 to 2π. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു πr² എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടും. ഇപ്പൊ ഇവിടെ ടോട്ടൽ, ഇപ്പൊ ഇത് കർവ്ഡ് സർഫസിലെ ഫ്ലെക്സ്, ഇത് ആ സർക്കുലർ സർഫസിലുള്ളത്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരാം. കർവ്ഡ് സർഫസിന്റെ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആ രൂപത്തിലാണ്. കാരണം ഇങ്ങനെ വരാം. ക്ലോസ്ഡ് ഹെമിസ്ഫിയർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ബേസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നെറ്റ് ഫ്ലെക്സ് ത്രൂ ദി സർഫസ്, ടോട്ടൽ സർഫസ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇതിന് പകരം നമ്മളോട് ചോദിക്കുന്നത് കർവ്ഡ് സർഫസ് മാത്രമാണെങ്കിൽ, അത് ക്വസ്റ്റ്യനിൽ ഇത്രയുണ്ട്. ഫൈൻഡ് ദി ഫ്ലെക്സ് ത്രൂ ദി കർവ്ഡ് സർഫസ്, അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് എന്നുള്ളതിന് പകരം എന്നും പറയാം എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഹെമിസ്ഫെറിക്കൽ സർഫസ്. അപ്പൊ എന്താ ചെയ്താൽ മതി? നമുക്കറിയാം എന്തറിയാം? ഇപ്പൊ ഈ കേസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഫ്ലെക്സ് ഇൻവേർഡ് മസ്റ്റ് ബി ഈക്വൽ ടു
എന്തായിരിക്കും? ഫ്ലെക്സ് ഔട്ട്വേർഡ് ആയിരിക്കും. കാരണം എന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇൻവേർഡ് ഫ്ലെക്സ് ഔട്ട്വേർഡ് ഫ്ലെക്സിന് ഈക്വൽ ആയിരിക്കും. ഇൻവേർഡ് ഫ്ലെക്സ് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. ഇൻവേർഡ് ഫ്ലെക്സ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? പൈ ആർ സ്ക്വയർ ഇ. കാരണം ഈ സർഫസിന് നമ്മളൊരു ഇൻറ്റഗ്രേഷൻ ഇതൊന്നും ഉപയോഗിക്കേണ്ട. പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഇ എന്നുള്ള ക്വാണ്ടിറ്റി ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഇൻവേർഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്വേർഡ് എന്ത് തന്നെയായിരിക്കും? പൈ ആർ സ്ക്വയർ ഇ ആയിരിക്കും. ദെൻ പൈ ആർ സ്ക്വയർ ഇ ആയിരിക്കും. ഇനി ഇതിന് പകരം, അതായത് ഈ ഹെമിസ്ഫിയർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓറിയന്റേഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഒരു പെർട്ടിക്കുലർ തീറ്റ എന്നുള്ള ആംഗിൾ ആണെങ്കിൽ, തീറ്റ എന്നുള്ള ആംഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് എവിടെയാ സംഭവിക്കുക? എന്നാലോചിച്ച് നോക്കുക. ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. നേരത്തെ കേസിൽ അതിന് ഇ ഡി എസ് എന്നുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തിരുന്നത്. കാരണം ഇവിടെ എന്തായിരിക്കും? ഇ ഡോട്ട് ഡി എസ് എന്നുള്ള ക്വാണ്ടിറ്റി, അതായത് ആക്ച്വലി അതെന്താണ്? ഇ ഡി എസ് കോസ് തീറ്റയാണ്. ഓക്കെ, അവിടുത്തെ തീറ്റയാണ് ഇത് തമ്മിലുള്ള ആംഗിൾ. അതായത് നേരത്തെ ഫിഗറിലേക്ക് പോവുകയാണെങ്കിൽ, നേരത്തെ ഫിഗറിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഇലക്ട്രിക് ഫീൽഡും ഇതും തമ്മിൽ ഉണ്ടാക്കുന്ന ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? അത് രണ്ടും കൂടി തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. ഇനി ഇതിന്റെ ഓറിയന്റേഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ ആംഗിൾ ഉണ്ടായിരിക്കും. ഇവിടെ ആ ഇന്റഗ്രൽ നമ്മൾ പറഞ്ഞത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നുള്ള ക്വാണ്ടിറ്റി ഇ ഡി എസ് കോസ് തീറ്റ, അത് എന്തിന് ഈക്വലന്റ് ആയിരിക്കും? കോസ് തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ഇ ഡി എസ് ഡോട്ട് വേണ്ട, ഇ ഡി എസ് മാത്രമായിരിക്കും. അതിനെ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്ത് നമുക്ക് കിട്ടുന്നത്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒരുപോലെയാണ് ഇവിടുത്തെ കേസിൽ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ്. ഇന്റഗ്രൽ ഡി എസ് ആണ് പൈ ആർ സ്ക്വയർ ദെൻ ഇൻറ്റു ഇ. ഈ രൂപത്തിലാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കേസിൽ അവിടെ എന്തുണ്ട്? അവിടെ കോസ് തീറ്റ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ തന്നെ ആ കർവ്ഡ് സർഫസിലാണ് പറയുന്നതെങ്കിൽ, കർവ്ഡ് സർഫസിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. നമ്മൾ എവിടുത്തെ മാത്രം കണ്ടാൽ മതി. നമ്മൾ എപ്പോഴും കാണേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫ്ലെക്സ് ഇൻവേർഡ് മസ്റ്റ് ബി ഈക്വൽ ടു ഫ്ലെക്സ് ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സർക്കുലർ ഷേപ്പിലുള്ള ഭാഗത്തെ അത് ഇതിന് ഈക്വലന്റ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ കാര്യമാണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ അവിടുത്തെ ക്വാണ്ടിറ്റീനെ നമുക്ക് ഈ രൂപത്തിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു, ആ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ഇ ഇൻറ്റു കോസ് തീറ്റ ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം ഇവിടെ ഇന്റഗ്രൽ ഡി എസിന് എന്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു പ്ലെയിനിൽ തന്നെയാണ് സർഫസ്. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് ഒന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ഓറിയന്റേഷൻ ആണെങ്കിൽ, അതായത് തീറ്റയുടെ വാല്യൂ നമുക്ക് തരുന്ന കേസുകളിൽ, അത് തീറ്റയുടെ വാല്യൂ എക്സാമ്പിളിൽ ഇപ്പോൾ തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റി ഇവിടെ ഏകദേശം തീറ്റ എന്നുള്ള ക്വാണ്ടിറ്റി 60 ഡിഗ്രി ആണെങ്കിൽ,
എന്തുമാത്രമായിരിക്കും മാറ്റം വരിക? ഫൈ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇ കോസ് 60 ആയിരിക്കും. കോസ് 60 എത്രയാണ്? 1/2 ആണ്. ദെൻ പൈ ആർ സ്ക്വയർ ഇ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് പകരം തീറ്റയുടെ വാല്യൂ 30 ആണെങ്കിലോ? തീറ്റ 30 ആണെന്നെങ്കിൽ പൈ ആർ സ്ക്വയർ ഇ കോസ് 30 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു cos 30 √3/2. Then √3 pi r square e divided by 2 ആയിരിക്കും. ഇനി ഈ ഫിഗർ ഒന്ന് നോക്കുക. ഇങ്ങനെയാണ് അലൈൻമെന്റ്. അലൈൻമെന്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ആണ്. അതായത് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90. തീറ്റ ഈസ് ഈക്വൽ ടു 90 ആണെന്നുണ്ടെങ്കിൽ ഫൈ മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? കോസ് 90 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇലക്ട്രിക് ഫ്ലെക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇത് നമ്മൾ അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം.